പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവികാന ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒരിക്കൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൺകുട്ടി എൻ്റെ അടുക്കൽ അവൻ്റെ ജീവിത പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് വന്നു. അവൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള കാര്യങ്ങൾ അവിടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. അതുകൊണ്ട് ആ മകൻ നിർദ്ദേശപ്രകാരവുമാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുക. അവൻ പറഞ്ഞു, 10ാം ക്ലാസ് വരെ വിശ്വാസത്തിൽ, വിശുദ്ധിയിൽ, ദേവാലയത്തിൽ അൾത്താരപാലനൊക്കെ ആയി പഠിച്ച് ശുശ്രൂഷ ചെയ്ത് പള്ളി വന്ന് മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ 12ാം ക്ലാസ് ആയപ്പോൾ, +2 ആയപ്പോഴത്തേനും അവന് വിശ്വാസം വഴിതെറ്റാൻ തുടങ്ങി. തമ്പുരാനിൽ വിശ്വാസമില്ലാതായി. എന്തിനാ പള്ളി വരുന്നതെന്ന് ചോദ്യമായി. അതുപോലെ തന്നെ ഇങ്ങനെ പള്ളി വന്നുകൊണ്ട് കാര്യമുണ്ടോ എന്ന ചോദ്യമായി. കൂട്ടുകാർ പറയുന്നു, നീ പാപം ചെയ്താലും നീ പോയി കുമ്പസാരിക്കും, വീണ്ടും നീ പാപം ചെയ്യും, പിന്നെ എന്തിനാ കുമ്പസാരിക്കാൻ പോകുന്നത് എന്ന് ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നകന്നു. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ എന്നറിയുന്നതിനായിട്ടാണ് ആ മകൻ എന്നെ സമീപിച്ചത്. ഞാൻ ചോദിച്ചു, മകനെ, നീ ഇപ്പം ശ്വസിക്കുന്നത് നിനക്ക് ആ വായു നിനക്ക് കാണാമോ? ഇല്ല. ഇതുപോലെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും. ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നിനക്ക് വേണ്ടി തരുന്നുണ്ട്, ദൈവം നിന്നെ പരിപാലിക്കുന്നുണ്ട്, ദൈവം നിന്നെ കാണുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിച്ച് ഏറ്റെടുക്കണം. നമ്മുടെ പ്രായത്തിൻ്റെ വളർച്ചയിൽ കൂട്ടുകാർ നമ്മളെ സ്വാധീനിക്കുന്നത് വഴിയാണ് നമ്മളെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുക. അല്ലെങ്കിൽ അവർ പറയും, കുമ്പസാരിച്ചിട്ട് എന്താ കാര്യമെന്ന് പറയും. പക്ഷേ അനുഭവമുള്ള നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ പൂർവികർ, അവരെല്ലാം കുറവുകൾ വരുമ്പോഴേ കുമ്പസാരത്തിലുള്ള ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരണം നേടി മുമ്പോട്ട് പോയിരുന്നവരാണ്. അതുകൊണ്ട് നീ പരിശുദ്ധാത്മാവിന്റെ സഹായം തേടുക. വിശ്വാസവും വിശുദ്ധിയും പ്രാർത്ഥന അന്തരീക്ഷവും ഒക്കെ തിരികെ തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിനക്കത് കരഗതമാകും. ഞാൻ എന്നെ പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് പഴയ പോലെ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിനിടയായി. അതിന് ഈശോയ്ക്ക് നന്ദി. അത് അച്ഛൻ എല്ലാവരോടും പറയണം. അങ്ങനെ ഇങ്ങനെ വേദനിക്കുന്ന എൻ്റെ ഒത്തിരി കൂട്ടുകാരുണ്ട്. ഞാൻ പറഞ്ഞ അവർ വിശ്വസിക്കില്ല, അച്ഛൻ തന്നെ പറഞ്ഞു കൊടുക്കണമെന്ന്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാം തിരുവചനം. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അതെ, പ്രായത്തിൻ്റെ വകതിരിവിൽ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ ആ എടുത്തയാട്ടത്തിൽ നമുക്കൊരുപക്ഷെ ദൈവമുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംശയം തോന്നിയാലും നമ്മൾ മനസ്സിലാക്കണം, വിശ്വസിക്കുന്നൊരു സമൂഹം നമുക്ക് ചുറ്റിലുമുണ്ട്. വിശ്വസിക്കുന്ന നമ്മളുടെ മാതാപിതാക്കന്മാരുണ്ട്. എത്ര കഷ്ടപ്പാട് വന്നാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്തവരുണ്ട്. അവരെല്ലാം ഈശോ ജീവിക്കുന്നു എന്നുള്ള തെളിവാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ചെറുപ്പക്കാരെല്ലാം മനസ്സിലാക്കണം, പ്രായമല്ല, അനുഭവമാണ്, മറ്റു മക്കളുടെ ജീവിതമാണ് നമുക്ക് വഴികാട്ടിയാകേണ്ടത്. കാരണം നമുക്ക് മുമ്പേ കടന്നുപോയവരൊക്കെ ഈ വിശ്വാസത്തിൽ നിലനിന്നവരാണ്. അങ്ങനെ നമുക്കും ഈശോയുടെ സ്വന്തമാകാം. ആരെയും നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് ആ കുരിശിൽ മരിച്ച ഈശോ ദിവ്യകാരുണ്യമായി നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം, അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരും. വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,